എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം അധ്യായം 2 ശ്ലോകം 26, 27, 28, 29 4 ശ്ലോകങ്ങൾ ഇന്ന് നമുക്ക് നോക്കാം. ശുക്ലാംബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേ സർവവിഘ്നോപശാന്തയേ ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദകേ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീഗുരുവായൂരപ്പാ ശരണം. ഗംഗണപതയേ നമഃ. സരസ്വതേ നമഃ. ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ദേവാ ഊചു സത്യവ്രതം സത്യപരം ത്രിസത്യം സത്യസ്യ യോനിം നിഹിതം ച സത്യേ സത്യസ്യ സത്യം ഋതസത്യനേത്രം സത്യാത്മകം ത്വാം ശരണം പ്രപന്നാഃ. ദേവന്മാരിതാ സ്തുതിക്കുന്നു. ഭഗവാന്റെ പ്രതിജ്ഞത ഭഗവാൻ പാലിച്ചിരിക്കുന്നു. അങ്ങനെ സന്തോഷഭരിതരായ ബ്രഹ്മാദികള് സത്യസ്വരൂപനായിട്ട് തന്നെ ഭഗവാനെ സ്തുതിക്കുകയാണ്. ഹേ ഭഗവൻ, സർവഥാ സത്യസ്വരൂപനായിരിക്കുന്ന നിന്തിരുവടിയെ ഞങ്ങള് ശരണം പ്രാപിക്കുന്നു. അങ്ങയുടെ സങ്കല്പത്തിന് ഒരിക്കലും ഒരു മിഥ്യാത്വം ഭവിക്കില്ല. അതുകൊണ്ട് അങ്ങ് സത്യവ്രതനാകുന്നു. അങ്ങയുടെ പൂജാ സ്തോത്രാദികൾക്കുള്ള ഫലം അമോഘമായിരിക്കുന്നതിനാലും അങ്ങ് സത്യവ്രതൻ തന്നെ. സകൃദേവ പ്രപന്നായ തവാസ്മീതി ചവാദിനെ അഭയം സർവദാ ദാസ്യേ ഇതി ജന്മവ്രതം മമ. ഒരിക്കലും മാത്രം എന്നെ ആശ്രയിച്ചവനും ഞാൻ അങ്ങയുടെ ദാസനാണ് എന്ന് പറയുന്നവനും ഞാൻ എന്നെന്നും അഭയം ദാനം ചെയ്യും എന്നുള്ള സംഗതി എന്റെ ജന്മവ്രതമാകുന്നു എന്നുള്ള അങ്ങയുടെ വ്രതം ഏത് കാലത്തും സത്യമായിരിക്കുന്നതാകയാലും അങ്ങ് സത്യവ്രതനാകുന്നു. അതിനാൽ ഭക്തന്മാരായിട്ടുള്ള ജനങ്ങളുടെ സങ്കട നിവൃത്തി വരുത്താനായിട്ട് ഇപ്പോൾ അങ്ങ് അവതരിക്കുന്നത് യുക്തം തന്നെ എന്നാണ് ദേവന്മാര് പറയുന്നത്. സത്യമാകുന്ന പ്രധാന സാധനം ഒന്നുള്ളവന് അങ്ങയെ പ്രാപിക്കാവുന്നതിനാൽ അങ്ങ് സത്യപരനാകും. നാശരഹിതമായ ശ്രേഷ്ഠസ്ഥാനം അങ്ങാണ്. അതുകൊണ്ട് അങ്ങ് സത്യപരൻ തന്നെ. സത്യത്തിൽ മാത്രം തൽപരനാകയാലും അങ്ങ് സത്യപരനാകുന്നു. 3 കാലങ്ങളിലുമുള്ളവൻ അങ്ങാകയാൽ അങ്ങ് ത്രിസത്യനാകുന്നു. ഇതിനെ വിവരിക്കുകയാണ് ഭിന്നത. സത്ത് എന്ന വാക്കിനാൽ ഭൂമി, ജലം, അഗ്നി ഈ ഭൂതങ്ങളെ പറയണം. യത് എന്ന വാക്കിനാൽ വായു, ആകാശം എന്ന 2 ഭൂതങ്ങളെ പറയുന്നു. ഇപ്പോ സത്യം എന്ന വാക്കിന് പഞ്ചഭൂതങ്ങള് എന്ന അർത്ഥമായി. അവയ്ക്ക് ഉൽപ്പത്തി സ്ഥാനം അങ്ങാകയാല് അങ്ങ് സത്യത്തിന്റെ യോനിയാകുന്നു. അതുകൊണ്ട് ഭൂതോൽപ്പത്തിക്കും മുൻകാലത്തിലുള്ളവൻ എന്ന് അതിന്റെ അർത്ഥം. വ്യവഹാരാവസ്ഥയിൽ സത്യമായിരിക്കുന്നത് കൊണ്ട് വ്യാവഹാരിക സത്യമെന്ന് പറയപ്പെടാൻ യോഗ്യമായ ലോകത്തെ ഓരോ വ്യാപാരങ്ങളിൽ പ്രേരിപ്പിക്കുന്നവൻ അങ്ങാകതുകൊണ്ട് അങ്ങ് സത്യത്തിൽ സ്ഥിതനാകുന്നു. അതുകൊണ്ട് സ്ഥിതി കാലത്തിലും സത്യസ്വരൂപൻ എന്ന് സാരം. ലോകത്തിന്റെ ആദ്യത്തിലും ലോകനാശ അനന്തരവും ഇരിക്കുന്നതും അവിടുന്ന് തന്നെയാണ് എന്ന് പ്രത്യേകിച്ച് പറയുന്നു ദേവന്മാര്. ഇങ്ങനെ ലോകോൽപ്പത്തിക്ക് മുമ്പും ലോകമുള്ളപ്പോഴും ലോകനാശ അനന്തരവും പരമാർത്ഥ സ്വരൂപന് അങ്ങു മാത്രമായതുകൊണ്ട് ത്രിസത്യൻ എന്ന വാക്കിന് അങ്ങു തന്നെ അർഹൻ എന്ന് സാരം. സത്യം ച സൂനൃതാവാണി ഋതം ച സമദർശനം എന്ന് ഏകാദശ സ്കന്ധത്തില് ഭഗവാൻ തന്നെ അരുളി ചെയ്തിട്ടുണ്ട്. അപ്പൊ സുനൃതയായ വാക്കും സമദർശനവും ഉള്ളവന് അങ്ങയെ പ്രാപിക്കാൻ കഴിയുന്നു. അങ്ങ് ഋത സത്യനേത്രനാകുന്നു. ഇങ്ങനെ ഏതു വിധം നോക്കിയാലും സത്യാത്മകനായിരിക്കുന്ന നിന്തിരുവടിയെ തന്നെ ഞങ്ങള് ശരണം പ്രാപിക്കുന്നു. കാലാന്തരത്തിൽ നശിക്കുന്നവരായ ദേവന്മാർക്കും പ്രാപ്തിസ്ഥാനമായിരിക്കുന്ന ആ ഭഗവാന്റെ സത്യസ്വരൂപത്തെ അറിഞ്ഞവരായ ബ്രഹ്മാദികള് ഇങ്ങനെ സ്തുതിച്ചതുകൊണ്ട് ഭഗവത് പ്രാപ്തി കാംക്ഷിക്കുന്ന മുമുക്ഷുക്കള് സത്യനിഷ്ഠന്മാരായിരിക്കണമെന്ന് സ്പഷ്ടമാക്കുകയാണ് ഇതിൽ കൂടി. ഇപ്പൊ ബ്രഹ്മാദി ദേവന്മാരുടെയും സ്ഥിതിയെ ആഗ്രഹിക്കരുത്. അവരും കാലവേഗത്തിൽപ്പെട്ട് നശിക്കുന്നവരാകണം. അവർക്കും പ്രാപ്തിസ്ഥാനം ഭഗവാൻ തന്നെ ആകയാൽ മോക്ഷേച്ഛയുള്ളവര്
ഭഗവത് പാദാംഭോജം തന്നെ ഭജിക്കണം. ബാക്കിയുള്ളതിനെല്ലാം നിസ്സാരങ്ങളായിട്ട് കരുതണം. ഇത് തന്നെയാണ് വൈരാഗ്യ സ്വരൂപം എന്നിങ്ങനെ ഈ വിവേകാദി സാധന ചതുഷ്ടയ മഹാത്മ്യത്തെ കൂടി ഈ ശ്ലോകത്തിൽ സൂചിപ്പിക്കുന്നു. അത്രയും അർത്ഥങ്ങളാണ് ഈ ഒറ്റ ശ്ലോകത്തിൽ വിസ്തരിച്ച് പറഞ്ഞത് അല്ലെ. ഏകായനോസൂതി ഫലസ്ത്രിമൂല ചരൂരസ പഞ്ചവിധർഷടാത്മാ സപ്തത്വക അഷ്ടവിടവോ നവാക്ഷോ ദശച്ഛദീ ദുഃഖഗോഹ്യാദിവൃക്ഷ. നിങ്ങള് ലോകേശ്വരന്മാരും എനിക്ക് തുല്യന്മാരാണ്, പിന്നെ എന്തിനായിട്ട് എന്നെ ശരണം പ്രാപിക്കുന്നതെന്ന് അവിടുന്ന് ചോദിച്ച് അംഗിക്കാൻ അവസരം ഇല്ല എന്ന് പറയണം. അങ്ങ് തന്നെയാണ് ഏകനായ സർവേശ്വരൻ. സർവ സൃഷ്ടിക്കും ആദികാരണം അങ്ങാകുന്നു. ഞങ്ങളാകട്ടെ അങ്ങാകുന്ന ഏക ശരണത്തോടു കൂടിയവര്. അങ്ങേ കൂടാതെ ദ്വൈത പ്രപഞ്ചമില്ല എന്ന് കാണിക്കാൻ വേണ്ടി ദ്വൈതപ്രപഞ്ചത്തെ വൃക്ഷരൂപമായിട്ട് വർണ്ണിക്കുകയാണ്. വൃഷ്ടിരൂപമായും സമഷ്ടി രൂപമായിരിക്കുന്ന ഈ പ്രപഞ്ചമാകുന്ന ആദിവൃക്ഷം പ്രകൃതിയാകുന്ന ഏകമായ ആശ്രയമായിട്ടുള്ളതാകുന്നു. സുഖം ദുഃഖം എന്ന രണ്ട് ഫലം ഈ വൃക്ഷത്തിലുണ്ട്. സത്വം രജസ് തമസ് എന്ന 3 ഗുണങ്ങളാകുന്ന വേരുകളിൽ ഈ വൃക്ഷം നിൽക്കുന്നു. ധർമ്മം അർത്ഥം കാമം മോക്ഷം ഇങ്ങനെ 4 വിധം പുരുഷാർത്ഥങ്ങളാകുന്ന രസങ്ങള് ഈ വൃക്ഷത്തിലുള്ളവയാണ്. കണ്ണ് മൂക്ക് ചെവി നാവ് ത്വക്ക് എന്ന 5 ഇന്ദ്രിയങ്ങള് ഈ വൃക്ഷത്തിലുള്ളതുകൊണ്ട് ഈ ലക്ഷണം കൊണ്ട് ഈ വൃക്ഷത്തെ അറിയണം. ശോകം മോഹം ജര മൃത്യു വിശപ്പ് ദാഹം അല്ലെങ്കിൽ ജനനം ഇരുപ്പ് വളർച്ച മാറ്റം ക്ഷയം നാശം ഇങ്ങനെ 6 വിധ വികാരങ്ങളെ പ്രാപിക്കുന്നത് കൊണ്ട് ഈ വൃക്ഷം 6 സ്വരൂപം ഉള്ളതാകുന്നു. ത്വക്ക് മാംസം രുധിരം മേധസ് അസ്ഥി മജ്ജ ശുക്ലം എന്നീ 7 ധാതുക്കള് ഈ വൃക്ഷത്തിന്റെ 7 തോലുകളാകുന്നു. ഭൂമി ജലം അഗ്നി വായു ആകാശം മനസ്സ് ബുദ്ധി അഹങ്കാരം ഇങ്ങനെ 8 കൊമ്പുകളും 2 കണ്ണുകള് 2 ചെവികള് 2 നാസികാദ്വാരങ്ങള് വദനദ്വാരം മലദ്വാരം മൂത്രദ്വാരം ഇങ്ങനെ 9 ദ്വാരങ്ങളാകുന്ന പൊത്തുകളും പ്രാണൻ അപാനൻ സമാനൻ വ്യാനൻ ഉദാനൻ നാഗൻ കൂർമൻ കൃകലൻ ദേവദത്തൻ ധനഞ്ജയൻ എന്ന 10 പ്രാണങ്ങളാവുന്ന ഇലകളും ജീവാത്മാവ് പരമാത്മാവ് എന്ന 2 പക്ഷികളും ഈ വൃക്ഷത്തിൽ ഇരിക്കുന്നു. ത്വമേകയേവാസ്യ സദപ്രസൂതി ത്വം സന്നിധാനം ത്വമനുഗ്രഹശ്ച ത്വന്മായയാ സംഹൃതചേതസസ്ത്വാം പശ്യന്തി നാനാ ന വിപശ്ചിതോ യേ. കാര്യരൂപമായിരിക്കുന്ന ഈ പ്രപഞ്ചവൃക്ഷം അങ്ങാകുന്ന ഏക കാരണത്തിൽ നിന്ന് ജനിക്കുന്നു. അങ്ങയിൽ തന്നെ ലയിക്കുകയും ചെയ്യുന്നു. ഇതിനെ രക്ഷിക്കുന്നവനും അങ്ങ് തന്നെ. സൃഷ്ടിയാദി വ്യാപാരങ്ങൾക്ക് ബ്രഹ്മാദികളായ നിങ്ങളല്ലേ കാരണഭൂതന്മാര് എന്ന് ശങ്കിക്കാൻ അവകാശമില്ല. അങ്ങയുടെ മായാശക്തി കൊണ്ട് പരമാർത്ഥം മറക്കപ്പെടുന്നത് കൊണ്ട് വ്യാമോഹത്തെ പ്രാപിച്ചിരിക്കുന്ന അജ്ഞാനികൾ അങ്ങയെ ബഹുരൂപനായിട്ട് കാണുന്നു. അറിവുള്ളവരാകട്ടെ സൃഷ്ടിയാദി സർവത്തിനും പരമകാരണ സ്വരൂപനായിരിക്കുന്നവൻ അങ്ങ് മാത്രമാണ്. അങ്ങയിൽ നിന്ന് ഭിന്നമായിട്ട് യാതൊന്നുമില്ല എന്ന് മനസ്സിലാക്കുന്നു. അറിവുള്ളവര് ഏകമായിട്ടും അറിവില്ലാത്തവര് അനേകമായിട്ടും കാണുന്നു എന്നർത്ഥം. വിഭർഷി രൂപാണ്യവബോധാത്മാ ക്ഷേമായ ലോകസ്യ ചരാചരസ്യ സത്വോപപന്നാനി സുഖാവകാനി സതാം അഭദ്രാണി ഉഫലാനാം. ദേവയുടെ പുത്രനായിട്ട് സാധാരണ ജീവന്മാരെ പോലെ ജനിക്കാൻ പോകുന്ന എന്നെ എന്തിനായിട്ട് ഇങ്ങനെ സ്തുതിക്കണു എന്ന് അങ്ങ് വിചാരിക്കേണ്ടെന്ന് പറയണു ദേവന്മാര്. അറിവാകുന്ന ഏകസ്വരൂപത്തോടു കൂടിയവനാണ് അവിടുന്ന്. അങ്ങയിൽ നിന്നുണ്ടായിരിക്കുന്ന ചരാചരാത്മകമായ ലോകത്തെ യഥാസ്ഥിതിയിൽ പരിപാലിക്കാൻ വേണ്ടി ശുദ്ധ സത്വപ്രധാനങ്ങളായിരിക്കുന്ന ഓരോ രൂപങ്ങള് സ്വേച്ഛയാ അങ്ങ് ഭരിക്കുന്നു. ആ മൂർത്തികള് അങ്ങയിൽ ഭക്തിയുള്ളവരായ സജ്ജനങ്ങൾക്ക് പരമാനന്ദത്തെയും ലോകത്തെ ഉപദ്രവിക്കുന്ന ദുഷ്ടന്മാർക്ക് നാശത്തെയും നൽകുന്നു. ഇങ്ങനെ ദുഷ്ടനിഗ്രഹം ശിഷ്ടപരിപാലനം എന്ന വ്രതത്തെ നടത്താൻ വേണ്ടി പലവട്ടവും അങ്ങ് ഓരോ രൂപം ധരിക്കുന്നത് അങ്ങയുടെ കരുണാതിശയം കൊണ്ട് മാത്രല്ലേ. അല്ലാതെ അങ്ങയ്ക്ക് ജീവന്മാരെ പോലെ കർമ്മബന്ധം ഉണ്ടായിട്ടല്ല എന്ന് അടിയങ്ങൾ മനസ്സിലാക്കുന്നു പറയുന്നു ദേവന്മാർ. സ്തുതി തുടരണം. ഇത് നമുക്ക് ബാക്കി നാളെ തുടരാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.